അപ്പോൾ വിഷുവൊക്കെ ആവാനായില്ലേ, ഇന്ന് നമുക്കൊരു സദ്യ കഴിക്കാൻ പോവാം. പിന്നെ എനിക്ക് ഈ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സദ്യ കിട്ടുമല്ലോ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ബിരിയാണിയും സദ്യയും എനിക്ക് ഒരുപോലെ ഇഷ്ടം. പിന്നെ ഇല ഇട്ടപ്പോഴോ ടേബിൾ പകുതിയോളം കവറായി. പിന്നെ ഓരോരോ ഐറ്റംസ് വിളമ്പാൻ തുടങ്ങി. ഈ സദ്യ ഭയങ്കര സ്പെഷ്യലാണ്. ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. സദ്യയൊക്കെ എനിക്ക് പറഞ്ഞാൽ ഓണത്തിനും വിഷുവിനൊക്കെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മളെ രസം വന്ന്, പായസം വന്ന്, എല്ലാം വന്ന്. പിന്നെ കൂടാതല്ലേ ബോളിയും ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പായസം കൂട്ടി പിടിക്കാം. പിന്നെ ഇതൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ എൻ്റെ ആകെയുള്ള ഒരു ലക്ഷ്യം എന്താ, ഇതൊക്കെ കഴിച്ചു തീർക്കണം എന്നേനും. പക്ഷെ ലാസ്റ്റ് ഞാനൊരു വയ്യായി, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിക്കണേ. അത്രയ്ക്കും സാധനങ്ങൾ ഉണ്ടേനും. പിന്നെ നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ പോവാൻ നിൽക്കുമ്പോൾ എൻ്റെ അനിയത്തി ഉണ്ട് നെക്സ്റ്റ് ഹാൻഡ് സൈന് കണ്ടോ നിങ്ങള്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ ഒരു ഫ്രണ്ടിനെ കിട്ടി. പിന്നെ ഓലൊക്കെ വിചാരിച്ചത് എന്താ, എൻ്റെ അനിയത്തിയില്ലേ ഒരു ആൺകുട്ടി. ഇപ്പം ഉമ്മ നമ്മളെ ജനിക്കാതെ പോയ ആൺകുട്ടിയായിട്ട് അതൊന്ന് വളർത്തുന്നത്. ഇപ്പം തന്നെ നല്ല കുരുത്തക്കേടുണ്ട്, ഇനി വലുതായാൽ പിന്നെ പറയണ്ട. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബായ്.